ഞാൻ മാത്യു. ഞാൻ എഴുതിയൊരു കഥയ്ക്ക് നല്ലൊരു ക്ലൈമാക്സിന് വേണ്ടിയാണ് ഞാനിന്നിവിടെ ജോസിനെയും കാത്തു നിൽക്കുന്നത്. ഒരു നല്ല ക്ലൈമാക്സ്, അത് കഥയിലായാലും ജീവിതത്തിലായാലും എല്ലാവരുടെയും സ്വപ്നമാണ്. ചിലപ്പോഴെങ്കിലും അത് സംഭവിക്കാറുണ്ട്. ആ, എത്തിയോ? വാ കയറി. ആ അളിയാ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പുതിയ കാർ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കൊള്ളാം. ആ ഒരു സൺഡേ ഉച്ചയ്ക്ക് ഉറക്കം കളഞ്ഞിട്ട് എന്തത്ര അർജൻറ്റ് കാര്യം? പറയാം. നമ്മളെപ്പോഴും പറയാറില്ലേ നല്ലൊരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്നുള്ളത്. ഇപ്പം എനിക്കൊരു ത്രെഡ് കിട്ടി. അപ്പം ഞാനത് ഡെവലപ്പ് ചെയ്ത് ഒരു സ്ക്രിപ്റ്റാക്കി. നീ ഇതൊന്ന് വായിച്ചു നോക്കി. കൊള്ളാലോ. പ്രണയാർദ്രം. ഷാനെ, ആ സ്റ്റോണേലെ കൊട്ടേഷൻ അയച്ചാ? ഇല്ലടാ, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫൈനൽ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അയച്ചേക്കാം ഞാനത്. ഇന്ന് തന്നെ അയക്കണം, അവർ വിളിച്ചിരുന്നു. ഓക്കെ ഓക്കെ. അയച്ചാ മതി. ഹലോ, യാ പ്ലീസ് കണക്ട്. ഹൂ ഈസ് ദിസ്? എന്തു പറ്റി? ഓക്കെ, അവിടെ വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ വരാം അങ്ങോട്ട്. ഓക്കെ. എന്താ ഇന്ന് നേരത്തെ ഇറങ്ങാനാണോ പരിപാടി? പോയിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാൻ ഇറങ്ങാം. അപ്പോൾ കൊട്ടേഷനോ? ഞാൻ നിനക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, നീ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതൊന്ന് അയച്ചാൽ മതി. ഓക്കെ, ബൈ. പാട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നിട്ട് ആളുടെ പേരില്ല. 045 നമ്പർ എൻ്റർ ചെയ്യുന്നത്. പ്രണയിക്കുന്നവർക്ക് വേണ്ടി, പ്രണയം നെഞ്ചിൽ ഒളിപ്പിച്ചവർക്ക് വേണ്ടി ഈ ഒരു പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അച്ഛൻ കൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പം അച്ഛനും കൂടെ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവർ പറയുന്നത് ശരിയാ. പക്ഷെ ജീവിതം നമ്മുടെ അല്ലേ ഷാനു? അച്ഛനോട് ഞാൻ ഒന്നുകൂടെ സംസാരിക്കട്ടെ? വേണ്ട, അച്ഛൻ ആകെ മാറിപ്പോയ പോലെ. വീട്ടുകാർക്ക് വേണ്ടിയല്ലേ, നമ്മളെ കൊണ്ട് അത് പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി.
നമ്മളന്ന് പിരിയണ്ടായിരുന്നു. നമ്മളപ്പോഴും വീട്ടുകാരെ കുറിച്ചാണ് ഓർത്തത്. പക്ഷെ ഒന്നുകൂടി നീ നിർബന്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പോട്ടെ, അതെല്ലാം കഴിഞ്ഞില്ലേ, ഇനി പറഞ്ഞിട്ടെന്താ, റിലാക്സ്. ഹലോ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ട്രാഫിക് ഉണ്ട്, ഒരു അരമണിക്കൂറിലെത്തും. ഓക്കെ, പച്ചക്കറിയല്ലേ? ആദ്യം ഞാൻ താഴെ നിന്ന് വാങ്ങിയിട്ട് വരാം. ശരി, വേറെ ഒന്നുമില്ലല്ലോ? ഓക്കെ. നമ്മുടെ ആ പഴയ കുന്നിൻ മുകളിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകും. മഴ വരുന്നുണ്ട്. അച്ഛനും കൂടി പോയപ്പോൾ പിന്നെ ആ വീട്ടിൽ വയ്യാന്ന് തോന്നി. ഇങ്ങോട്ട് മാറിയിട്ടിപ്പോൾ 1 വർഷമായി. ഇവിടുന്ന് റൈറ്റ് കേട്ടോ. ഇതോ? ഈ റൈറ്റ്. സംഗതി കൊള്ളാം, ഇത് നമുക്ക് ചെയ്യാം. പക്ഷെ എൻ്റെ ക്ലൈമാക്സ് അല്ല, നീ നമ്മുടെ ഗീതുവിനെ കണ്ടിരുന്നോ? അങ്ങനെ ഒറ്റ. അപ്പം അതാണ് കാര്യം. വെറുതെ അല്ല നീ സ്ക്രിപ്റ്റായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിലെ നായികനെ നീ ഒരു ഡിവേഴ്സ് ആക്കണ്ടായിരുന്നു. ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അല്ല, ക്ലൈമാക്സ് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് നീ എങ്ങടായി പോണേ? ഒന്ന് വെയിറ്റ് ചെയ്യാളിയാ. la 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 la
കരുതിയേ? ഞാൻ പറഞ്ഞിട്ട് അവൾ എന്നെ വിളിച്ചേ. ഞങ്ങൾ ഫേസ്ബുക്കിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. നീയല്ലേ പറയാറ് ഗീതു നിൻ്റെ പഴയ ഗീതു വന്ന്. നിങ്ങളൊരു യാത്ര പോ. ക്ലൈമാക്സിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ബെസ്റ്റ് ഓഫ് ലക്ക് കളിയാ. ഓക്കേടാ. ക്ലൈമാക്സും തീർന്നു, ഹീറോയും ഹീറോയിനും പോയി. ഇനി ആരെ കാണിക്കാനാ നിൽക്കുന്നേ? കട്ടിയില്ലേ. അല്ല ബ്രോ, നമുക്ക് ഈ സ്ക്രിപ്റ്റിലെ നായകന്റെ കഥയും കൂടി ഒന്ന് ഹാപ്പിനെ ആക്കണ്ടേ? ഏത് നായകൻ? അവിടെ നിൽക്കണ്ടേ പുല്ല് നിന്നിട്ട്? കാണിച്ചേ. എങ്ങനെയുണ്ട്? അത് കലക്കിട്ടാ. എന്നാ പിന്നെ നീയെ കട്ട് പറഞ്ഞടാ. ഞാനാ? അല്ല പിന്നെ ഞാനാ? പറയടാ. ഓക്കെ ആകുലുണ്ട് ഉറക്കം. ഞാൻ പറഞ്ഞിട്ട് അവള് നിന്നെ വിളിച്ചു. ഫേസ്ബുക്കിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ക്ലൈമാക്സിന്റെ കാര്യം നീ എന്താ കരുതി? ഞാൻ പറഞ്ഞിട്ട് അവള് നിന്നെ വിളിച്ചു. ഞങ്ങൾ ഫേസ്ബുക്കിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതുവരെ എടുത്തിട്ട് ബാക്കി അടുത്ത് എടുക്കാൻ പറ്റില്ല. അതിനാണ് ക്യാമറ. കോൾ വരുന്നില്ലേ? ഹലോ. ഞാൻ ഓഫീസിൽ ഇറങ്ങി. ട്രാഫിക് ഉണ്ട്. ഒരു അരമണിക്കൂറിലെത്തും. പച്ചക്കറിയല്ലേ? ആദ്യം ഞാൻ താഴ്ന്ന് വാങ്ങിയിട്ട് വരാം. ശരി, വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ. അല്ല ബ്രോ, സ്ക്രിപ്റ്റിലെ കഥയും റോളി കട്ടല്ല. ഞാൻ ഉറങ്ങാൻ പോവാ.